ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡിംഗിലെ ഏറ്റവും വലിയ വില്ലനായി വരുന്നതാണ് ഫ്രീ ട്രേഡുകൾ. ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആൽഗോ ട്രേഡിങ്ങുകളുടെ ഭാഗമായി ഹെവി ക്വാണ്ടിറ്റി സെല്ലിങ്ങും ബൈയിങ്ങും ചെയ്യുന്നതിലൂടെ അപ്രതീക്ഷിതമായി മാർക്കറ്റിലുണ്ടാകുന്ന ചെറിയ മിന്നായം പോലെ വരുന്ന മൂവ്മെൻറ്റുകളെയാണ് ഫ്രീ ട്രേഡുകൾ അഥവാ സ്പൈക്കുകൾ എന്ന് വിളിക്കാറുള്ളത്. ഇന്ന് ഞങ്ങൾ ചെന്നുപെട്ട ഒരു ചതിക്കുഴി അതായിരുന്നു. കാരണം വളരെ പെട്ടെന്ന് ഇന്ന് രാവിലെ 10:45 ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേയിൽ ഹെവി ലോഡാണ് കൊടുക്കാറുള്ളത്. നല്ല രീതിയിൽ പ്രോഫിറ്റ് വാരിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ആ രീതിയിലുള്ള എല്ലാ സിഗ്നലുകളും പോസിറ്റീവായി നൽകുന്ന ഒരു നിമിഷത്തിൽ 151 രൂപയിൽ എൻട്രി പ്ലാൻ ചെയ്ത് 72,000 പുട്ട് ഓപ്ഷൻ ഞങ്ങൾ എല്ലാം റെഡിയായി കാത്തിരിക്കുകയാണ്. എൻട്രി പ്രൈസിലേക്ക് മാർക്കറ്റ് വന്നിട്ടേ ഇല്ല. എല്ലാവരും സ്റ്റോപ്പ് ലോസ് ഓർഡർ രീതിയിലാണ് എൻട്രി പ്ലാൻ ചെയ്ത് വയ്ക്കാറുള്ളത്. 10:43 അതായത് 43 രൂപ പ്രൈസ് ഉണ്ടായിരുന്ന 72,000 പുട്ട് നേരെ കയറിപ്പോയ 156 രൂപയിലേക്കായിരുന്നു. 155 രൂപ 20 പൈസ എത്തി. 151 രൂപയിലുള്ള ഞങ്ങളുടെ എല്ലാം തന്നെ എൻട്രി അത് എക്സിക്യൂട്ട് ചെയ്യുകയും തിരിച്ച് അതേ നിമിഷത്തിൽ ഒരു സെക്കൻഡ് ആലോചിക്കാൻ സമയം തരാതെ, കാരണം ഞങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 151 രൂപയിൽ എൻട്രി എടുത്താൽ 131 രൂപയിലാണ് നോർമൽ സ്റ്റോപ്പ് ലോസ് വരിക. അവിടെ നിന്നും ഒരു സെക്കൻഡ് സമയം പോലും തരാതെ അത് നേരെ 72 രൂപയിലേക്ക്, അതായത് തിരിച്ചിറങ്ങി വന്നത് 38 രൂപയിലേക്കായിരുന്നു. പക്ഷെ അത് അവിടെ ഒരു നോർമലായി അത് വന്നത് 75 രൂപയിലേക്കാണ്. അതായത് 5 ലക്ഷം രൂപയായിട്ട് ട്രേഡ് ചെയ്ത ഒരാൾ ഒരു നിമിഷം കൊണ്ട് 2.5 ലക്ഷം രൂപ കണ്ണിൽ മുന്നിൽ നഷ്ടം വന്ന് നിൽക്കുന്നു. അതായത് എന്താണ് സംഭവിച്ചത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഹെവി ലോസ് അയാളുടെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥ സഹിക്കാവുന്നതിലും കൂടുതലാണത്. കാരണം ഇന്ന് ഞങ്ങൾ നോർമലി പൊസിഷൻ സൈസ് വളരെ കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നഷ്ടങ്ങൾ വളരെ പരിമിതമാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 5 ലക്ഷം രൂപ 151 രൂപയിൽ വാങ്ങിച്ച ആ ഒരു ഓപ്ഷൻ, ആ ബൾക്ക് ക്വാണ്ടിറ്റി 75 രൂപയിൽ സെൽ ഓഫ് ചെയ്യുമ്പോൾ 76 രൂപ നഷ്ടം എന്ന് പറയും. 50% അയാൾ ഉപയോഗിച്ച ഡിപ്ലോയിഡ് ക്യാപിറ്റലിൻ്റെ പകുതിയും കൺമുന്നിലൂടെ നഷ്ടപ്പെട്ടു പോയി. നോർമലി ഇങ്ങനെ സ്പൈക്കുകൾ വന്നാൽ തിരിച്ച് കുറച്ച് നേരത്തിനുള്ളിൽ മുകളിലോട്ട് പോകാറുണ്ട്. പക്ഷേ ഇന്ന് സംഭവിച്ചിട്ടേ ഇല്ല. ആ ഒരു സ്പൈക്കിൽ ഒട്ടുമിക്ക ട്രേഡുകളും ആക്ടിവേറ്റ് ചെയ്തിട്ട് അതുപോലെ തിരിച്ചിറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അത് 75 രൂപ, അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇന്ന് 6% ഒറ്റ ട്രേഡിൽ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ 6% ലോസിൽ ഒരു ട്രേഡ് അവസാനിപ്പിക്കുന്നത്. ഇന്ന് അത് സംഭവിച്ചു. കാരണം ഇവിടുന്ന് ഞങ്ങൾക്ക് 91 രൂപയിൽ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്നത് തന്നെയാണ്. കുറച്ച് നേരം ക്ഷമിച്ചപ്പോൾ 151 രൂപയിൽ നിന്നും 91 രൂപയിലേക്ക് പ്രൈസ് എത്തി. അതായത് 38 രൂപ വന്നിട്ട് തിരിച്ച് 91 രൂപ വരെ അത് കയറി വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരല്പം ആശ്വാസകരമായത്. അല്ലെങ്കിൽ 50-60% നഷ്ടത്തിൽ ഞങ്ങൾ ഇന്ന് അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു. വളരെ ഖേദകരമാണ് ഇത്തരം സംഭവങ്ങൾ. ഇത് ആരുടെയും മിസ്റ്റേക്ക് അല്ല. ഏതൊക്കെയോ ഗൂഢ ബുദ്ധികൾ അല്ലെങ്കിൽ വളരെ കുൽസിതമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഒരുപാട് പാവങ്ങളുടെ ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ കാശാണ് മാർക്കറ്റിൽ നഷ്ടപ്പെട്ടു പോയത്. ഇതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് വലിയ ലാഭങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ നഷ്ടപ്പെട്ടവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്, ഓരോ ഇൻട്രാഡേ ട്രേഡറും നിങ്ങളുടെ പൊസിഷൻ്റെ സൈസ് ഹെവി സൈസാണ്. നിങ്ങളുടെ ക്യാപിറ്റൽ മുഴുവൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലൂടെ പോയതെങ്കിൽ അയാൾക്കുണ്ടാകുന്ന നഷ്ടം ക്യാപിറ്റലിൻ്റെ പകുതിയും പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ ഞങ്ങളുടേത് കൃത്യമായ മണി മാനേജ്മെൻറ്റ് പൊസിഷൻ സൈസിങ്ങും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 6% നഷ്ടത്തിൽ ഇതിൽ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹ്യൂജ് ലോസാണ്. പക്ഷേ ഒരു 50% നഷ്ടം വന്ന ഒരാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫ്രീ ട്രേഡിനെ കുറിച്ച് വളരെ കെയർഫുള്ളായിരിക്കണം നിങ്ങൾ. മാർക്കറ്റിൽ വളരെ തന്ത്രപരമായാണ് ഇത്തരം ശക്തികൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ കാശ് അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത്. സോ വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയിയായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ 1 മാസത്തെ ഫ്രീ സബ്സ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നൽകുന്നതായിരിക്കും. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ വരുന്ന 27-ാം തീയതി ശനിയാഴ്ച നമ്മൾ കൊച്ചിയിൽ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. ഒരു ഗെറ്റ് ടുഗദറും
ക്ലാസ്സും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കണം. ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യമുള്ളത് അത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, എന്താണ് പുട്ട് കോള് എന്നൊക്കെ അറിയാത്ത ആൾക്കാർ ദയവായിട്ട് ഈ ചാനലിൽ തന്നെയുള്ള പുട്ട് കോള് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള നോളജ് ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിൽ ബേസിക് കാര്യങ്ങളല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സ്ട്രാറ്റജി വൈസ് കൃത്യമായിട്ടുള്ള എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് പോകാം എന്നുള്ള കാര്യങ്ങൾക്ക് കുറേ മെത്തേഡുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. തീർച്ചയായിട്ടും ഇതുവരെയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രേഡിങ്ങിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അനുഭവം പകർന്നു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. 2024 ജനുവരി 27 കൊച്ചിയിൽ എറണാകുളം നോർത്തിൽ പ്രസിഡൻസി ഹോട്ടൽ വെച്ചിട്ടാണ് ഈവൻറ്റ് നടക്കുന്നത്. എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. എല്ലാവരും അവിടെ എത്തണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രജിസ്റ്റർ ചെയ്യാനുള്ള ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് അന്നേ ദിവസം അവിടെ എത്തുക. ഭക്ഷണവും കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ട് എല്ലാവരും വരിക. നമുക്ക് എല്ലാവരും പരസ്പരം കാണാം. നമ്മൾ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ല. സോ എല്ലാവരും വരിക, വന്നിട്ട് നമുക്ക് അടിപൊളിയാകാം. ഓക്കെ, അതേപോലെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാകും. നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് ഡാറ്റ നോക്കിക്കൊണ്ട് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. US മാർക്കറ്റ് ഇപ്പോൾ ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് ബുള്ളിഷ് ആണ്, പക്ഷേ ഇൻട്രാഡേയിൽ ബെയറിഷ് ആയിട്ടാണ് പോകുന്നത്. ഡോ ജോൺസ് ഒക്കെ 112 പോയിന്റ് ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സും ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു, അതിപ്പോൾ ഓവറോൾ സെന്റിമെന്റ്സ് സൈഡ് വേസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രാഡേയിൽ ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 21,755 ട്രേഡിംഗ് നടക്കുന്നത്. 23 പോയിന്റ് റെഡിലാണ്. മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും റെഡിലാണ്. നിക്കിയും സ്ട്രൈറ്റ് ടൈംസും മാത്രമാണ് ഇന്ന് ഗ്രീനിലുള്ളത്. ഓവറോൾ വേൾഡ് മാർക്കറ്റ് എല്ലാം തന്നെ ബെയറിഷ് ആയിട്ടാണ് ഇൻട്രാഡേയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 47 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 120 പോയിന്റ് അഥവാ 0.55% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,705 നിന്നും ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കിട്ടിയത്. 5 പോയിന്റ് ലാഭത്തിൽ 21,710 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഒരു ഡോജിയാണ് ഇന്നത്തെ ഡേ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. BSE സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 169 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 377 പോയിന്റ് അഥവാ 0.52% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 72.016 നിന്നും 9 പോയിന്റ് ലാഭത്തിൽ 72.026 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 5.25% കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 12.63. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 50 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 559 പോയിന്റിന്റെ അഥവാ 1.16% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 48,245 നിന്നും 87 പോയിന്റ് നഷ്ടത്തിൽ 48,159 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് 13 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 222 പോയിന്റ് 1.03% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,529 നിന്നും 16 പോയിന്റ് നഷ്ടത്തിൽ 21,514 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് 73.12 മാറിയിരിക്കുന്നു, കുറഞ്ഞിരിക്കുന്നു. ഗോൾഡ് റേറ്റും അതേപോലെ തന്നെയാണ്. 2040.51 കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 83.22 ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ട് 83.16 ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 12,677 കോടിയുടെ ബൈങ്ങും 10,980 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 1,696 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,796 കോടിയുടെ ബൈങ്ങും 13,293 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 3,497 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,800 കോടി രൂപയുടെ ലാഭമെടുപ്പ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ നടന്നിരിക്കുന്നത്. ഇനി ഈ ഒരു 5 ദിവസത്തെ നോക്കുകയാണെങ്കിൽ 3 ദിവസവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നടക്കം 4 ദിവസവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT ഇന്ന് 1.29% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി IT, നിഫ്റ്റി ഓട്ടോ, റിയാലിറ്റി, മീഡിയ ഇത്രയും സെക്ടറുകൾ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ പച്ചയിൽ അവസാനിച്ചിരിക്കുന്നത്. ഈ ETF നോക്കുകയാണെങ്കിൽ ITBs ഇന്ന് 1.01% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി.
ITBs, ഓട്ടോബീസ്, നിഫ്റ്റി ബീസ് ഈ 3 മാത്രമാണ് ഇന്ന് പോസിറ്റീവായിട്ട് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ നെസ്ലെ ഇന്ത്യ ഇന്ന് ഉയർന്ന ലാഭമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും നെസ്ലെ ഇന്ത്യയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആയതാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഈ ഡാറ്റയിൽ മോസ്റ്റ് പ്രോബബ്ലി എറർ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ 26,000 രൂപയുടെ മുകളിലുണ്ടായത് 1:10 ഡിവൈഡ് ചെയ്തതുകൊണ്ട് 2,668 രൂപയായി മാറിയിരിക്കുകയാണ്. ഇന്ന് ബന്ധൻ ബാങ്ക് ഹയസ്റ്റ് ലോസ് മാർക്കറ്റിൽ രേഖപ്പെടുത്തി 3.37% ലോസ് ആണ് രേഖപ്പെടുത്തിയത്. നെസ്ലെ ഇന്ത്യ, ആസ്റ്റർ DM, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, അദാനി പോർട്സ്, LT, TCS, SBI ലൈഫ്, എംഫസിസ്, പെർസിസ്റ്റന്റ്, ഇൻഫി, ശ്രീറാം ഫിനാൻസ്, ഹിന്ദ് പെട്രോകെമിക്കൽസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ബന്ധൻ ബാങ്ക്, ചോല ഫിനാൻസ്, ബ്രിട്ടാനിയ, കോൺകർ, ബാങ്ക് ഓഫ് ബറോഡ, IEX, ഇന്ത്യൻ ഹോട്ടൽസ്, മുത്തൂറ്റ് ഫിനാൻസ്, ജിന്ദാൽ സ്റ്റീൽ, JSW സ്റ്റീൽ, കൊടാക് ബാങ്ക്, DB സ്ലാബ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും മാർക്കറ്റിൽ രേഖപ്പെടുത്തി. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1126 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിപ്പിച്ചപ്പോൾ 1030 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി PCRലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ PCR 1.08 ആയിട്ടാണ് പോകുന്നത്. ഇന്നലെ വരെ സൈഡ് വേസ് എന്നൊരു സിഗ്നൽ ആയിരുന്നു. പക്ഷേ ഇന്ന് ക്ലിയർലി അത് ഒരു ബുള്ളിഷ് ആയിട്ട് സിഗ്നൽ തരുന്നുണ്ട്. ഒരു ദിവസത്തെ സിഗ്നൽ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും തീരുമാനിക്കാൻ പറ്റില്ല. 21,711 സ്പോട്ട് അവസാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 77 പോയിന്റ് മുകളിലായിട്ട് 21,788 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഫ്യൂച്ചർ ഇന്ന് ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത് 0.77 ആണ്. ക്ലിയർലി ഒരു സൈഡ് വൈസ് ആണ് എന്ന് പറയാം. ഒരു ദിവസത്തെ ഡാറ്റ കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല എങ്കിലും ഈ 0.77 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈഡ് വൈസ് ആണ്. 48,159 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 161 പോയിന്റ് മുകളിലായിട്ട് 48,320 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് 5 ദിവസത്തെ ഡാറ്റയായി കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് ഇപ്പോൾ ഒരു സപ്പോർട്ട് ലൈനിലാണ്. 21,500 വന്ന് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു 21. നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് നിൽക്കുന്നത് 21,800 ഇവിടെ 59 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു സപ്പോർട്ട് ലൈൻ നോക്കുകയാണെങ്കിൽ 21,500 58 ലക്ഷം പുട്ട് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ മണിയിലും നല്ല രീതിയിൽ കോൾ റൈറ്റിംഗ് നടക്കുന്നുണ്ട്. 58 ലക്ഷം കോൾ ഇവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട് 21,700. മൊത്തത്തിൽ 2,70,00,000 കോളും 2,41,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR 0.9 ആണ്. 21,710 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്നത് 48,500 ഇവിടെ 27 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 1,45,00,000 കോളും 90 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.6 ആണ് PCR വരുന്നത്. 48,159 ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. തിങ്കളാഴ്ച ഇനിയിപ്പോൾ 2 ദിവസം അവധി ഉള്ളത് കൊണ്ട് തന്നെ തിങ്കളാഴ്ചത്തേക്കുള്ള ഈവൻസ് ഒന്നും തന്നെ അപ്ഡേറ്റ് ആയിട്ടില്ല. എന്തായാലും നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 12,816 രൂപയുടെ ലോസാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 12 ട്രേഡിൽ നിന്നാണ് ഇത് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2.14%. നിഫ്റ്റിയിൽ ഇന്ന് 1.7% ലോസാണ്. ബാങ്ക് നിഫ്റ്റിയിൽ അതായത് 900 റുപ്പീസ് ലോസാണ്. ഫിൻ നിഫ്റ്റിയിൽ 1.9% ലോസാണ്. മിഡ് ക്യാപ്പിൽ 1.3% പ്രോഫിറ്റാണ്. സെൻസെക്സിൽ 8%. ഞാൻ ഓൾറെഡി ഇത് ഇൻട്രോ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നൊരു ഫ്രീ ട്രേഡിൽ പെട്ടുപോയതാണ്. ഞങ്ങൾ 2 ട്രേഡാണ് ചെയ്തത്. അതിനകത്ത് ഒരെണ്ണത്തിൽ തന്നെ 6.2%ഓളം നഷ്ടം ഞങ്ങൾക്ക് ഉണ്ടായി. അതോടുകൂടി ഇന്നത്തെ ട്രേഡിംഗ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. സെൻസെക്സിലെ ട്രേഡിംഗ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പെർഫോമൻസ് ആയിപ്പോയി. അതെന്തായാലും സ്റ്റോക്ക് ഓപ്ഷൻസിലും ഇന്ന് നെഗറ്റീവ് മൂവ്മെന്റ് ആണ് കിട്ടിയത്. 1,500 രൂപയുടെ ലോസ് ആണ് ഉണ്ടായത്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 5.8% ലോസ് ആണ്. ബാങ്ക് നിഫ്റ്റി 8.2% പ്രോഫിറ്റാണ്. ഫിൻ നിഫ്റ്റിയിൽ 9.9% പ്രോഫിറ്റാണ്. മിഡ് ക്യാപ്പിൽ 18.6% ലാഭമാണുള്ളത്. സെൻസെക്സിൽ 3% നഷ്ടമാണ്. സ്റ്റോക്ക് ഓപ്ഷൻസിൽ 13% നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് R1 യെസ്റ്റർഡേ ഹൈയുടെ മുകളിലായിട്ട് ഓപ്പൺ ആയി. തിരിച്ച് യെസ്റ്റർഡേ ഹൈ R1 എന്നുള്ള ലെവലിൽ കുറേ നേരം അങ്ങനെ പോയി.
പിന്നീട് നമ്മുടെ നോട്ട് റേറ്റ് സോണിൽ ബ്രേക്ക് ഔട്ട് ലൈനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി ഒരു റേഞ്ച് ബോണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ബാങ്ക് നിഫ്റ്റിയിൽ പക്ഷേ ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ നല്ല മൂവ്മെൻറ്റ് കിട്ടിയിരുന്നു. ആ സമയത്തേക്ക് ഞങ്ങൾ ട്രേഡിംഗ് അവസാനിപ്പിച്ച് പോയതായിരുന്നു. സോ അത് കാര്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചിട്ടില്ല. മോർണിംഗിൽ ഓപ്പൺ ആയത് R3യുടെ അവിടെ ഓപ്പൺ ആയിട്ട് തിരിച്ച് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. നോട്ട് റേറ്റ് സോണിൽ വന്ന് നോട്ട് റേറ്റ് സോണിൽ കട്ട് ചെയ്ത് താഴോട്ടിറങ്ങി. ദെൻ എത്ര മണിക്കാണ് 2:20 മാർക്കറ്റ് തിരിച്ച് നന്നായിട്ട് കയറിപ്പോയത്. 47,850 നിന്നും 48,250 ഏകദേശം 400 പോയിന്റിലധികം ഇന്ന് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ അത് പ്രോപ്പർലി യൂസ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സത്യാവസ്ഥ. കാരണം ആ സമയം കൊണ്ട് ഞങ്ങൾ മാർക്കറ്റിൽ ഇല്ലായിരുന്നു, ട്രേഡിംഗ് അവസാനിപ്പിച്ചിറങ്ങിയിരുന്നു. സോ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും അതേ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ഫിൻ നിഫ്റ്റിയിലും കിട്ടിയിട്ടുണ്ട്. വളരെ ആക്യുറേറ്റ് ആയിട്ട് റാസ് ലെവൽസിനെ ഫോളോ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ എല്ലാ സമയവും ഇത് ഹൈലൈറ്റ് ചെയ്ത് പറയാതിരിക്കുന്നതാണ്, നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മിഡ് ക്യാപ്പിലാണ് ഇന്ന് അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് വന്നത് ആഫ്റ്റർനൂൺ സെഷനിൽ. മോർണിംഗിൽ അതൊരു നല്ല റേഞ്ച് ബോണ്ടായിരുന്നു. പിന്നീട് ആണ് അതൊരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയത്. നമ്മുടെ ബ്രേക്ക് ഔട്ട് ലൈനിനെ ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് കയറി പോവാണ് ചെയ്തത്. ദെൻ സെൻസെക്സ്, നമ്മൾ ഘോരഘോരം പ്രസംഗിച്ച സെൻസെക്സിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയത്. 2 ചാൻസ് സാധ്യതകളായിരുന്നു നമ്മൾ പറഞ്ഞു. ഒന്ന് ഈ റാസ് ലെവൽസിൻ്റെ 3ാമത്തെ ലെവൽ വരെ, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഇന്നത്തെ എക്സ്പെക്റ്റഡ് 72,363 വരെ മാക്സിമം പോകും എന്നതായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് തന്നെ പീക്കിലാണ്. R2ൽ ഓപ്പൺ ആയിട്ട് R3 ടച്ച് ചെയ്തിട്ട് പിന്നെ റിവേഴ്സ് ഇറങ്ങി വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു CPRൻ്റെ നോട്ട് റേറ്റ് സോണിൻ്റെ ഇടയിൽ വന്ന കൺസോൾട്ടേഷൻ ആവുന്നുള്ളൂ. പക്ഷേ 2:45 ആ സമയത്തേക്ക് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് നന്നായി കയറിയിട്ടുണ്ട്. സോ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു അൺസർട്ടനിറ്റി ഈ മാർക്കറ്റിലൊക്കെയും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ വിക്ക് കണ്ടാൽ അറിയാൻ പറ്റും, വലിയ വിക്കുകളാണ് വരുന്നത്. ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചോളം ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക, കൃത്യമായ സ്റ്റോപ്പ് ലോസിൽ ട്രേഡ് ചെയ്യുക. ചില സമയത്ത് ഇന്ന് ഞങ്ങൾക്ക് പറ്റിയതുപോലെ എൻട്രി ആക്ടിവേഷനായിട്ട് അത് ഇതിലോട്ട് പോയി പൊസിഷനിൽ അത് നോക്കി സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ ഏകദേശം 5 സെക്കൻഡൊക്കെയാണ് ഓരോരുത്തർ എടുക്കുക. ആ 5 സെക്കൻഡ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെയൊക്കെ പെട്ടുപോയാൽ വളരെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഇങ്ങനെയുള്ളൊരു സമയത്ത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറാൻ പോകുന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈ വിക്ക് നീളം കൂടി വരുന്ന ഒരു സ്വഭാവം കാണാറുണ്ട്. ഇനി ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഒരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡോജി ആയാലും എന്തായി കഴിഞ്ഞാലും ഇവിടെ വലിയ പ്രാധാന്യമൊന്നും ഇല്ല. കാരണം ഇതൊരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് വരാതെ നമുക്കൊന്നും ചെയ്യാനില്ല. സോ അതിനെ അങ്ങനെ വിട്ടേക്കുക. കാരണം നോർമലി ഏതൊരു വെള്ളിയാഴ്ചയും കൺഫ്യൂസിങ് സ്റ്റേജിലാണ് ട്രേഡേഴ്സിനെ കൊണ്ടുപോയി നിർത്തുക. അതുകൊണ്ട് ഇതിനെ ആ ഡോജി അങ്ങ് വിട്ട് കളഞ്ഞേക്കുക. നാളെ വരുന്ന മാർക്കറ്റ് എങ്ങോട്ടാണെന്നുള്ളത് നോക്കിയിട്ട് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. അഡ്വാൻസ് ആയിട്ട് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ നിൽക്കരുത്. ഇത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പിൽ ഇന്ന് ഒരു പീക്കിൽ പോയിട്ട് ഒരു റിവേഴ്സൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റ് താഴോട്ട് നല്ല സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും താഴെ നിന്ന് അതേപോലെ തിരിച്ച് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിൽ തന്നെ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. സോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി ഫിനാൻഷ്യൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആയ ഒരു പാറ്റേൺ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മൾ ഇന്ന് വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമായിട്ട് ഇതിനെ കണക്ക് കൂട്ടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫിൻ നിഫ്റ്റിയിൽ അത് തന്നെയാണ് മോസ്റ്റ് പ്രോബബ്ലി, ബാങ്ക് എക്സിൽ അങ്ങനെയാണ്, മോസ്റ്റ് പ്രോബബ്ലി ഫിൻ നിഫ്റ്റിയിലും അതേ കണ്ടില്ലേ, ബെയറിഷ് എൻഗൾഫിംഗ് ആണ് ക്യാൻഡിൽ പാറ്റേൺ. പക്ഷേ ഇതിനെ നമ്മൾ ആ രീതിയിൽ കണ്ട് ചെറുതാക്കി കളയരുത്. ഇവിടെ ഒരു ട്രേഡിംഗ് റേഞ്ച് ഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ട് വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞ മാസത്തെ ഹൈ ആണ് ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഇതിൻ്റെ ഹൈ ആയി വന്ന് നിൽക്കുന്നത്. ഈ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്തേക്ക് നമുക്ക് കൂടുതൽ ട്രേഡുകൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നോ അല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്ത് CPR കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുമ്പോൾ ബെയറിഷ് ആയിരുന്നോ പറയാൻ പറ്റും. അതുവരെ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യുക എന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം. ഈ ചാനൽ ഇതുവരെയായിട്ട് 1630 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോ 1040 പേരാണ് കണ്ടിട്ടുള്ളത്. ഇന്നലത്തെ വീഡിയോയും ഇതേപോലെ ഒരുപാട് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം 10 മണി കഴിഞ്ഞു അത് പോസ്റ്റ് ചെയ്ത് വന്നപ്പോൾ. തീർച്ചയായിട്ടും 7 മണിക്ക് ഒരു 8 മണിക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പലപ്പോഴും ഒന്നുകിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാറ്റ കിട്ടാൻ അല്ലെങ്കിൽ US മാർക്കറ്റ് ഓപ്പൺ ആകാൻ അതിനൊക്കെ കാത്തു നിന്നിട്ട് വെറുതെ സമയം പോകുന്നതാണ്. എന്തായാലും ഇനി അത് ശ്രദ്ധിക്കാം. ഇവിടെ 31 കമൻറ്റാണ് വന്നിട്ടുള്ളത്. രാജേഷ് കുമാർ പറഞ്ഞു വെരി വാല്യുബിൾ ഇൻഫർമേഷൻ സർ. താങ്ക് യു വെരി മച്ച് രാജേഷ് കുമാർ.
Jayachandran, sir, those who have climbed Sarvajnana Peedam may not see this channel. It is for ordinary people like me. Okay, എന്തായാലും ഇത് നെഗറ്റീവ് കമൻറ്റഡ് എന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച് ജയചന്ദ്രൻ. വിജയകുമാർ തെറ്റിക്കാട്ടിൽ സൂപ്പർ, താങ്ക് യു വെരി മച്ച്. ആൻഡ് സക്കീർ, താങ്ക് യു സർ ഫോർ വെയിറ്റിംഗ് ഫോർ യുവർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു, വീഡിയോ വന്നിട്ടുണ്ട്. ദെൻ CKS ഗുപ്തൻ ചങ്കരത്ത്. ഓക്കെ, നെഗറ്റീവ് കമൻറ്റ് കാര്യമാക്കേണ്ട, ഞങ്ങളെ പോലുള്ളവർക്ക് വളരെ ഗുണപ്രദമാണ്. താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു. ആൻഡ് സജിത് തമ്പുരു, താങ്ക് യു വെരി മച്ച്. രതീഷ് പുണ്ണി, താങ്ക് യു. മഹി സ്റ്റാർ വ്ളോഗ്സ്, ഗുഡ്, സൂപ്പർ, താങ്ക് യു വെരി മച്ച്. ഷാജി മാളിയേലിൽ, സർ ഞാൻ സ്വിംഗ് ട്രേഡ് മാത്രമാണ് ചെയ്യുന്നത്, അതിന് ഡെയിലി സ്റ്റോപ്പ് ലോസ് വെക്കണമോ? ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മുടെ ബുക്കിലാണ് എഴുതി വെക്കേണ്ടത്. ഡെയിലി മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ GTT രീതിയിൽ ആവശ്യമായ ഗ്യാപ്പിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വയ്ക്കണം. രണ്ട് രീതിയിൽ ഏത് ഉപയോഗപ്പെടുത്താം. ഒന്നിൽ ബുക്കിൽ എഴുതി വെച്ചാൽ ഡെയിലി മാർക്കറ്റ് നോക്കുക. അപ്പോൾ നമ്മൾ 100 രൂപയിൽ എൻട്രി എടുത്ത് ഒരു 60 രൂപയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നതെങ്കിൽ 100 120 130 ഒക്കെ കയറി പോകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ കുറിച്ച് ചിന്തിക്കില്ലല്ലോ. 60 രൂപയിലെ ഭാഗത്തോട്ട് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ഒരു 65 രൂപയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പോയിട്ട് അന്നേ ദിവസത്തേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ഒരു ഫർദർ ഫോൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഹിറ്റായിട്ട് അവിടെ നിന്നോളും. അതേപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോൾ ടാർഗറ്റിനും ഇതേപോലെ ഒരു കാര്യം നോക്കിയിരിക്കുക. ടാർഗറ്റിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്തുമ്പോൾ ഒരു ടാർഗറ്റ് ഓർഡർ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ടാർഗറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഹിറ്റായിക്കോളും. അല്ലെങ്കിൽ അതിനങ്ങ് പോകാൻ വിടുക. ഓക്കെ, അതേപോലെ പാർഷ്യലി പ്രോഫിറ്റ് ബുക്കിങ്ങും നല്ലൊരു രീതിയാണ്. അതായത് നിങ്ങളിപ്പോൾ 100 രൂപയിൽ എൻട്രി എടുത്തു, 150 രൂപയുടെ നിങ്ങളുടെ ടാർഗറ്റ് 125 രൂപയിലെത്തുമ്പോൾ നിങ്ങൾക്കൊരു 25% ക്വാണ്ടിറ്റി പ്രോഫിറ്റ് എടുക്കാം. ഇൻ കേസ് അത് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങി വന്ന് നമുക്കൊരു 75 രൂപയിലൊക്കെ വരികയാണെങ്കിൽ അവിടെ വെച്ച് വീണ്ടും ആ 25 ക്വാണ്ടിറ്റി വാങ്ങുകയാണെങ്കിൽ അതിനിടയിലുള്ള ആ ഒരു 50 രൂപയുടെ ഡിഫറൻസ് നമുക്ക് പ്രോഫിറ്റാക്കി മാറ്റാൻ പറ്റും. സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുക. യൂസർ, ഹൗ ടു അറ്റൻഡ് ദ ഈവൻറ്റ്. ഞാനൊരു ബിഗിനറാണ്, അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയാം. നമ്മുടെ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബൈയിങ്ങിൽ തുടക്കക്കാർക്കാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ബേസിക് അറിയാത്തവർക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബേസിക് അറിയാത്തവർക്ക് ഈ ചാനലിൽ തന്നെ അതിൻ്റെ ഫുൾ ബേസിക് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് പഠിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ഇവൻ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ സാധിക്കും. എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും 7909140135 എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മിഷ ഫാത്തിമ, സർ ഇന്നലെ മിസ് ചെയ്തു, റിയലി സോറി ഫോർ ദാറ്റ്. ആൻഡ് തിങ്കർ ബ്രോ, താങ്ക് യു വെരി മച്ച്. അസ്ഹർ അഷ്റഫ് എന്നാണ് നെയിം. ഓക്കെ, ഇത് ഞാൻ മിനിഞ്ഞാന്ന് വായിച്ചപ്പോൾ എനിക്ക് തെറ്റിയിരുന്നു. അപ്പോൾ ഞാൻ അഴ എന്നൊക്കെയാണ് വായിച്ചത്. അസ്ഹർ അഷ്റഫ്, അങ്ങനെയാണ് ആ പേര്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഷിഹാബ്, ഹലോ സർ, കോൺടാക്ട് നമ്പർ പ്ലീസ് 7909140135. ഇതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും കമൻറ്റുകളാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരോടും ഈവൻറ്റിന് കാര്യം മറക്കരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് തിങ്കളാഴ്ച കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.